വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫി സബീലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദര സഹോദരികളെ, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചു വരുന്ന ഓൺലൈൻ പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ സംഗമത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സാജിദ് ഫാറൂഖിയാണ്. നമസ്കാരം വിശ്വാസിയുടെ ആത്മാവ് എന്ന വിഷയത്തിൽ. നമുക്കറിയാം, നമസ്കാരം എന്നത് പ്രാചീന കാലം മുതൽക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണല്ലോ. നമസ്കാരം അത് അതിൻ്റെ വിശ്വാസ ഭക്തിപൂർവം നിർവഹിച്ചിട്ടില്ല എങ്കിൽ വലിയ ഒരു ശിക്ഷയാണ് നമുക്ക് ഉണ്ടാവുക എന്നത് നമുക്ക് ഹദീസിലൂടെ നമ്മെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മരണശേഷം ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണല്ലോ. ഒരു ഹദീസിലൂടെ നമസ്കാരത്തിന്റെ ഖുശൂഇനെ സംബന്ധിച്ച്, അതിന്റെ അശ്രദ്ധയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്കറിയാം. അശ്ർകുൽ ഖഫീ അൻ യഖൂമ റജുലു യുസല്ലി ഫയുസയ്യിനു സലാത്തുഹു ലിമാ യറാ മിൻ നളറി റജുൽ. ഒരു ആൾ നമസ്കരിക്കുകയും ആ നമസ്കാരം ആരെങ്കിലും കാണുന്ന സമയത്ത് അത് ഭംഗി കൂട്ടുന്ന ഒരു രൂപത്തിലാണ് എങ്കിൽ അത് ലഘുവായ ശിർക്കാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൂറത്ത് മാഊനിലെ ആയത്ത് നമുക്കറിയാം. ഫവൈലും ലിൽ മുസല്ലീം അല്ലദീന ഹും അൻ സലാത്തിഹിം സാഊൻ അല്ലദീന ഹും യുറാഊൻ. നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം എന്ന് പറയുന്നത്. അതായത് ആ നമസ്കാരം ആരെങ്കിലും കാണിക്കാനോ, നമസ്കാരം അശ്രദ്ധമായി നമസ്കരിക്കുകയോ ചെയ്താൽ അത് നാശത്തിലേക്ക്, അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിൽ ഭയഭക്തി, ഖുശൂ ഉണ്ടാവണം എന്നതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായിക്കൊണ്ട് നമ്മുടെ ഗസ്റ്റ് നമ്മോട് സംസാരിക്കും. ഏവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വജസാക്കുമുല്ലാഹ് ഖൈർ. കേൾക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഫാറൂഖി ഓക്കെ അല്ലേ? ഓക്കെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മുടെ വിഷയം നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആരാധനാകർമ്മമായിട്ട് എണ്ണപ്പെട്ട ആദ്യത്തെ കാര്യം നമസ്കാരം എന്നുള്ളത്. 5 ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഷഹാദത്താണ്. ആ ഷഹാദത്ത് പൂർത്തിയായ ഉടനെ തന്നെ ഏറ്റവും ആദ്യമായി നാം നിർവഹിക്കേണ്ട ആരാധനാ കർമ്മത്തെ പരിചയപ്പെടുത്തിയത് നമസ്കാരം. സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. ഏതൊരു കാര്യവും, നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഒക്കെ ഓരോരോ സാധ്യതകൾ അനുസരിച്ച്, പ്രയാസം അനുസരിച്ച് ഒഴിവാക്കുവാനും അതേപോലെ തന്നെ മാറ്റിവെക്കുവാനും ഒക്കെ മറ്റ് ആരാധനാ കർമ്മത്തിന് സാധ്യതകളുണ്ട്. എന്നാൽ നമസ്കാരത്തിന് അത്തരമൊരു സാധ്യത ഇസ്ലാം കൽപ്പിക്കുന്നില്ല. പ്രയാസമുണ്ടെങ്കിലും അതിലെ വയ്യാതെ ആയി കഴിഞ്ഞാലും അതിനനുസരിച്ച് ലഘുവായി, വളരെ ചുരുക്കിയും അതേപോലെ തന്നെ ഇരുന്നും നിന്നും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അത് ഭംഗിയായിട്ട് ആരാധനാ കർമ്മം, ആ നമസ്കാരം എന്ന് പറയുന്ന ആരാധനാ കർമ്മം നിർവഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ആരാധനാ കർമ്മമായിട്ടാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലം നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ആ നമസ്കാരത്തെ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന രീതിയിലുള്ള നമസ്കാരമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടോ? എനിക്ക് എന്ത് ഫീലാണ് നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഓരോ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോഴും ആ നമസ്കാരത്തിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട എല്ലാവിധ മൂല്യവും, വാല്യൂസും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ആത്മീയ വിശുദ്ധി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല, ഒരു ആരാധനാ കർമ്മം നിർവഹിച്ചു,
അത് എന്റെ മാർക്ക് ചെയ്തിട്ട് ളുഹർ കഴിഞ്ഞു, അസർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു എന്ന ഒരു ടിക്കറ്റ് കൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണോ എന്റെ നമസ്കാരത്തിൽ ഉള്ളത് എന്ന് ഞാൻ ആലോചിക്കും. അവിടെയാണ് നമസ്കാരം എന്തിനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ നമസ്കാരത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയുക സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. സ്വർഗം കിട്ടാൻ വേണ്ടി നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഉത്തരം പറയാറുണ്ട്. എന്നാൽ ഖുർആൻ അതിനേക്കാൾ ഒന്നും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ വിശാലമായിട്ടുള്ള ആശയത്തിലാണ് നമസ്കാരത്തിൽ എന്തിനാണ് നിർവഹിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് അഖിമി സ്വലാത്ത ലിദിക്രി എന്നുള്ളതാണ്. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള നമസ്കാരത്തിന്റെ മർമ്മ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ നാം വീണ്ടും നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് കീറി മുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ നമസ്കാര വേളയിലേക്ക് വരുന്നത് മുതൽ, അല്ലെ നമസ്കാരത്തിന്റെ സമയം മുതൽ, ആ നമസ്കാരത്തിന്റെ സമയം മുതൽ ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുന്നുണ്ടോ? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമസ്കരിക്കണം. അപ്പൊ അള്ളാഹിനെ ഓർത്താൽ എന്താണ്? നമ്മൾ കുറെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ആയത്താണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവിക സ്മരണ നിലനിർത്തുന്ന ഒരു മനുഷ്യനാണ് എന്തുണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകുന്നത്. അപ്പോ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കാൻ പറയുമ്പം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന സമാധാനവും സുഖവുമാണ്. ഇവ രണ്ടും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവന് വളരെ സമാധാനമുള്ള മനുഷ്യനായിരിക്കും എന്നുള്ളതാണ്, സന്തോഷമുള്ള മനുഷ്യനായിരിക്കും എന്നുള്ളതാണ്. ഒന്നും കൂടെ നമ്മളോട് സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും അടുത്ത ആൾ സുഖമാണോ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് പോണ്, തട്ടിമുട്ടിയൊക്കെ പോണ്. പക്ഷെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ തട്ടിമുട്ടി പോണെന്നൊന്നും പറയൂല. കാരണം അവന്റെ മുമ്പിൽ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുള്ള സന്തോഷവും സമാധാനവും അവന്റെ ജീവിതത്തിലുണ്ട്. എന്തൊക്കെ ഇരുന്നാലും അതൊരു സുഖമാണ് എന്ന് പലപ്പോഴും പറയാം. നോക്കൂ, സമാധാനം എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ചിത്രരചന മത്സരം നടത്തുന്നുണ്ട്. ആ ചിത്രരചനാ മത്സരത്തിൽ കുറെ ആളുകൾ ചിത്രം വരച്ചു. ഒരുപാട് ആളുകൾ ചിത്രം വരച്ചതിൽ എല്ലാവരുടെയും ശ്രദ്ധ ഒരു ചിത്രത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ആ ചിത്രത്തിന്റെ പ്രത്യേകത നല്ല അടിപൊളിയായിട്ടുള്ള അരുവിയുണ്ട്, സൂര്യനുണ്ട്, അതേപോലെ മലനിരകളുണ്ട്, കണ്ണിന് കൗതുകം നൽകുന്ന ഗാർഡൻ, പൂന്തോട്ടങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. എങ്ങനെ നോക്കിയാലും കൺകുളം നൽകുന്ന ഒരു ചിത്രം. എല്ലാവരും ഒന്നാം സമ്മാനം ആ ചിത്രത്തിനാണ് എന്ന് ഉറപ്പിക്കുകയാണ്. പക്ഷെ വിധി എഴുതി ഒന്നാം സമ്മാനം കൊടുത്തിട്ടുള്ളത് വേറൊരു ചിത്രത്തിനാണ്. ആ ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കിയപ്പോൾ ആ ചിത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചയാണ്. എങ്ങും പൊടിപടലങ്ങളാണ്, അതേപോലെ തന്നെ ഒച്ചപ്പാടുകൾ, വെടിവെപ്പുകളും, ചോര ചിന്തുന്ന, രക്തം ചിന്തുന്ന കാഴ്ചകളും, എങ്ങും പുകയും, ഇങ്ങനെ ഒരു പ്രശ്നകലുഷിതമായിട്ടുള്ള ഒരു ക്യാൻവസ്, ഒരു ചിത്രം. എങ്ങനെ നോക്കിയാലും സമാധാനം എന്ന് പറയുന്ന വിഷയത്തോട് നീതി പുലർത്താത്തൊരു ചിത്രമായിട്ടാണ് ചിത്രത്തെ കാണുന്നത്. പക്ഷേ എന്തായാലും വിധികർത്താക്കൾ വിധി എഴുതിയതാണ്, അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാൽ ചിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യുക, ചിത്രത്തിലേക്ക് വീണ്ടും എന്തുകൊണ്ടാണ് ഒന്നാം സമ്മാനം കിട്ടിയത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോ ആ ചിത്രത്തിൽ അത്രയും പ്രശ്നകലുഷിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ, പൊടിപടലങ്ങളും വെടിയൊച്ചകളും ഒക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ ഒരു നല്ലൊരു മരമുണ്ട്. ആ മരത്തിന്റെ കൊമ്പിൽ ഒരു കിളിക്കൂടുണ്ട്. ആ കിളിക്കൂട്ടിൽ 3 കിളിക്കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ അത്രയും പ്രശ്നകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ആ കിളിക്കുഞ്ഞിന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്? ഇതാണ് സമാധാനം എന്ന് പറയുന്ന ഒരു തീമിൽ ആ കുട്ടി വരച്ചിട്ടുള്ള ചിത്രം. ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചില സ്ഥൈര്യങ്ങളും ചില നാടുകളിലൊക്കെ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന ചില പ്രശ്നം, നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധവും പ്രശ്നങ്ങളും മറ്റു പ്രയാസങ്ങൾ കൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന കുറെ അന്തരീക്ഷങ്ങൾ നമ്മൾക്ക് മുമ്പിലുണ്ട്. ഇതേപോലെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് ഇന്നേ വരെ 2 റക്അത്ത് നമസ്കാരത്തിന് തടസ്സം സംഭവിച്ചിട്ടില്ല. പള്ളികളിൽ ചിലപ്പോൾ തടസ്സം സംഭവിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും വീടുകളിൽ ആരും അറിയാതെ 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഒരു പ്രയാസവും ഇന്നേ വരെ ഒരു മനുഷ്യനും വന്നെത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമാധാനമുള്ള മനുഷ്യനാണ്. അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഏറ്റവും സുന്ദരമായിട്ടുള്ള ആരാധനാ കർമ്മത്തെ ഇസ്ലാം പഠിപ്പിച്ചു തന്നത് പോലും നിങ്ങൾക്ക് ഭൂമിയുടെ എവിടെയും നമസ്കരിക്കാവുന്നതാണ്. അതിന് കൃത്യമായുള്ള സമയം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആ സമയം തെറ്റിപ്പോയാലും പ്രശ്നമില്ലാത്ത നമസ്കരിക്കും. ളുഹറിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാലും നിങ്ങൾ ളുഹർ നമസ്കരിക്കും. നമസ്കാരം എന്ന് പറയുന്ന ഒന്നിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് പെട്ടെന്ന് തീർക്കേണ്ട ഒന്നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അലാബിദിനെ വഖിമി സ്വലാത്തിൽ ദിക്രി എന്ന് പറയുന്നത്. എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണം. അപ്പൊ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നമസ്കാരം. നമസ്കാരത്തിൽ ഉടനീളം
നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് മുതൽ ആ നമസ്കാരം തീരുന്നത് വരെ, ആ തീർന്നു കഴിഞ്ഞാലും അതിന്റെ ദിക്റുകളിലും ദുആകളിലും അങ്ങനെ വീട്ടിലേക്ക് പോകുന്നത് വരെ ആ നമസ്കാരത്തിൽ ദൈവീക സ്മരണ നടത്തുന്ന ഒരു നമസ്കാരമാണ് എന്റെ നമസ്കാരമെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്, മനസ്സിനുണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കുളി കഴിയുമ്പോ ആ ശരീരത്തിനുണ്ടാകുന്ന വല്ലാത്തൊരു ഉന്മേഷം പോലെ മനസ്സിനും ശരീരത്തിനും നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സും ശരീരവും അറിയാതെ കുളിർമയിലായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പ്രവാചകന്റെ ചരിത്രമൊക്കെ പഠിപ്പിച്ചതാണ്. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ട് എന്ന് പറയും. എങ്ങനെയാന്നല്ല, രൂപത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിച്ചു നോക്കിയാൽ നമസ്കാരം ഒഴിവാക്കുക എന്ന അത്രയും പ്രയാസം. ഒരു അസർ നമസ്കാരം ഒഴിവാക്കിയതിൽ ജനതയെ ശപിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. അവരുടെ നമസ്കാരത്തെ എന്ത് ചെയ്തു? ഒഴിവാക്കില്ലേ, നമസ്കാരത്തെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നുണ്ട്. ആ നമസ്കാരം മിസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഒരു വല്ലാത്തൊരു പൊറുതികൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു നമസ്കാരം മിസ്സാകുമ്പോൾ, ഒരു നമസ്കാരം ഒഴിഞ്ഞു മാറുമ്പോൾ, ഒരു നമസ്കാരം ജമാഅത്തിൽ റക്കായത്ത് മിസ്സാകുമ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു പേടിയും, പടച്ചോനെ അറിഞ്ഞുകൊണ്ടാണല്ലോ ചിലതൊക്കെ മിസ്സാക്കിയത് എന്നുള്ള ഒരു വേവലാതിയും ഒക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടത്. എങ്ങനെയാണ് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? ഖുർആൻ പറയുന്നുണ്ട്, നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളുടെ അടയാളങ്ങൾ കുറേ പറയാണ്. മുഅ്മിൻ പരിശോധിച്ച് നോക്കിയാൽ വിജയിച്ച ആളുകളുടെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പറഞ്ഞ അടയാളം അല്ലദീഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. ഖാശിഊൻ, ഖുശൂ ഉള്ള ആളുകളായിരുന്നു അവർ. നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകൾ. എങ്ങനെയാ പ്രിയപ്പെട്ട നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? നമ്മുടെ നമസ്കാരത്തെ ഒന്ന് വെറുതെ എടുത്തു നോക്കുക. ഞാൻ നമസ്കരിക്കുന്ന സമയം ഞാൻ ദീർഘദൂരം യാത്ര ചെയ്ത് ഇശാ നമസ്കരിക്കുകയാണ്. ആ ഇശാ നമസ്കരിക്കുമ്പോൾ നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ച് വെറുതെ ചോദിച്ചു നോക്കുക. ആ ഇശാ നമസ്കരിച്ചു കഴിഞ്ഞാൽ പടച്ചോനെ ഇന്നത്തെ ഇശാ കൊണ്ട് തീർന്നു കിട്ടിയല്ലോ, 5 അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളൊരു ഫീലാണോ നമുക്ക് ഉണ്ടാകുന്നത്? അതല്ല, ആ ഇശാന്റെ അതേ രീതിയിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമസ്കരിച്ച് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണോ ആ നമസ്കാരം നമുക്ക് നൽകുന്നത്? ധൃതിപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് ഓടിക്കേറി ആ ദുഹർ നമസ്കാരവും അസർ നമസ്കാരവും ഇങ്ങനെ കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ടിക്കണൽ പ്രോസസ്സാണോ? അതല്ല, അസറും ദുഹറും സുബഹിയും ഒക്കെ എന്റെ അടുക്കൽ തന്നെ ഭദ്രമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകത്തിൽ, കർമ്മപുസ്തകത്തിൽ ഉണ്ടാകുമെന്ന വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന നമസ്കാരമാണോ നമ്മുടെ നമസ്കാരം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. എങ്ങനെയാ ഖുശൂ ഉണ്ടാവുക നമസ്കാരത്തിൽ? ഒന്നാമതായിട്ട് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ സമയബോധം എന്നുള്ളത് അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പല ആളുകളുടെയും മൊബൈൽ ഫോണുകളിൽ നമസ്കാരത്തിന്റെ അടയാളമായിട്ട് ബാങ്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേണോ എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് വെറുതെ പരിശോധിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് വേണോ നമസ്കാരത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിച്ചു. അത് തെറ്റായിട്ടല്ല വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ബാങ്ക് കൊടുക്കുക, ദുഹറായി, ആ ഫീലാണോ ഒരു വിശ്വാസിക്ക് വേണ്ടത്? അതല്ല, നമുക്ക് ഒരു 12:15 ഉള്ളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 11:58 ഒരു 12:10 എന്തായാലും ദുഹർ ഉണ്ടാവും. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ പള്ളിയിൽ എത്തിച്ചേരണം, ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇന്ന സമയത്ത് ഞാൻ അതിന് ഫ്രീ ആവണം. ഇങ്ങനെ ഒരു സമയബോധത്തെ കുറിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് തന്നെ എന്ത് ചെയ്യണം? ആ നമസ്കാരത്തിന്റെ സമയബോധത്തെ വേണം. ഒരു റിമൈൻഡിങ് കിട്ടുന്നതിന് മുമ്പ് തന്നെ 5 വക്തിനെ കുറിച്ചും അന്നത്തെ ദിവസം തന്നെ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു അത് ഭംഗിയായിട്ട് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് പഠിപ്പിച്ചിരുന്നത്, അല്ലെ? സമയമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാങ്കിനെ പഠിപ്പിച്ചിരുന്നു. ഒരു വിശ്വാസി ഓർമ്മയില്ലാതെയാകുമ്പോൾ ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകളെ കൃത്യമായിട്ട് ആ ഓർമ്മപ്പെടുത്തലിന് മുമ്പേ തന്നെ ഓർത്തു വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സാധ്യമാകണം. 5 വക്തേ ഉള്ളൂ. ആ 5 വക്തും ഇന്ന സമയത്താണ്, ഇന്ന സമയത്ത് ഞാൻ ഇന്ന തിരക്കുകളൊന്നും ഏർപ്പെടില്ല. അത് ചില സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ഓരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന സംഗതിയല്ല. പക്ഷെ എന്നിരുന്നാലും വെറുതെ അനാവശ്യമായിട്ടുള്ള കളി വിനോദങ്ങളിൽ നിന്ന് നമസ്കാരത്തിന്റെ സമയം മറന്നു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ കുറ്റക്കാര് നമ്മൾ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഒന്ന് സമയബോധമാണ്. സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മഅ്കൂത എന്ന് പറയുന്നത്. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ആരാധനാ കർമ്മമായിട്ടാണ് നമസ്കാരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ നമസ്കാരം എന്ത് ചെയ്യും? നിങ്ങളെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്ന നമസ്കാരമുള്ള,
ഖുശൂഉള്ള നമസ്കാരമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരം മ്ലേച്ഛമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് വേണ്ടാത്ത കാര്യം തടഞ്ഞു നിർത്തും. അതെങ്ങനെ തടഞ്ഞു നിർത്തുക? 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയായിട്ട് മാറും. ആ വിശ്വാസിക്ക് അള്ളാഹ് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ സമൂഹത്തിൽ ഉണ്ടാകും. ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോ നിന്നെ ഇവിടെ കാണാൻ പറ്റുകയില്ല, കാരണം നീ ഇതിന് വരേണ്ട ഒരാളല്ല, നീ 5 വക്ത് നിസ്കരിക്കുന്ന ഖുർആനൊക്കെ ഓതുന്ന ഒരാളാണ്, അന്നെ ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ആ വ്യക്തിനെ നമുക്ക് ഈ വിഷയത്തിൽ വിളിക്കണ്ട, അത് നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനത്തെ കുറെ പ്രൊട്ടക്ഷൻ ആര് നൽകും? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. കാരണം പിശാചിന് അള്ളാഹ് 2 ഓഫറുകൾ കൊടുത്തപ്പം ആ പിശാചിന് കൊടുക്കാത്തൊരു ഓഫറായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്റെ ഇഷ്ടദാസന്മാരെ എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് വഴിതെറ്റിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ അള്ളാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇഷ്ടദാസന്മാരെ അള്ളാഹ് സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരം കൃത്യമാക്കുന്ന ഒരു മനുഷ്യന്, ഭംഗിയായിട്ട് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്, ആ നമസ്കാരത്തിന് മൂല്യത്തോടു കൂടിയിട്ട് ആരാധനാ കർമ്മം നിർവഹിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹ് പ്രൊട്ടക്ട് ചെയ്യും. വേണ്ടാത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉൾവിലി ഉണ്ടാവും, അതിന് പോകണ്ടട്ടോ, ഇത് ചെയ്യണ്ടട്ടോ എന്നുള്ള ഉൾവിലി അവൻക്ക് തന്നെ ഉണ്ടാകും. അത് അള്ളാഹിന്റെ ഒരു സംരക്ഷണമാണ്. അതിന് ഖുശൂഉള്ള നമസ്കാരമാണ്, ഭയഭക്തിയുള്ള നമസ്കാരമാണ്. അതിന് സമയബോധം അനിവാര്യമാണ്. 5 വക്തും തീർക്കേണ്ടതല്ല, മറിച്ച് 5 വക്തേ എനിക്കുള്ളൂ, ആ 5 വക്തെങ്കിലും ഭംഗിയായിട്ട് ചെയ്തു തീർക്കണമെന്ന കൃത്യമായ ബോധം എനിക്കുണ്ടാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. നോക്കൂ, രണ്ടാമത്തത് നമ്മൾ നമസ്കാരത്തില് ഒരുങ്ങുന്ന രീതിയാണ്. ജമാഅത്ത് നമസ്കാരമല്ല നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്. ജമാഅത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെ മുതലേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. റവാത്തിബ് സുന്നത്തിനെയൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് ശരിക്കൊരു ട്രെയിനിങ് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നല്ലൊരു ഫുട്ബോൾ മാച്ചിനൊക്കെ പോവുകയാണെങ്കിൽ ആ ഫുട്ബോൾ മാച്ചിന് മുമ്പ് പ്രാക്ടീസ് എടുക്കാറുണ്ട്. നല്ല വലിയ പബ്ലിക് എക്സാമുകൾ എഴുതുമ്പോൾ അതിനു മുമ്പ് പ്രീ മോഡലും മോഡൽ എക്സാമുകളും അതിന്റെ കുറെ പ്രീ ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാരണം ഈ പ്രീ ടെസ്റ്റിൽ നിന്നും മോഡൽ എക്സാമിൽ നിന്നൊക്കെ പഠിച്ച് അതിനൊക്കെ കറക്റ്റ് ആക്കി ഷെഡ്യൂളിനെ വരെ അതിന്റെ നെല്ലും പതിലൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കുറെ സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കുള്ള ഫർള് നമസ്കാരം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധ്യതകൾ നമ്മൾ തുറന്നു വെക്കുകയാണ്. ആകെ 5 വക്തേ ഫർള് നമസ്കാരമുള്ളൂ, എന്നാൽ എത്രങ്ങാനും സുന്നത്ത് നമസ്കാരങ്ങളെ പഠിപ്പിച്ചിരുന്നത്. കാരണം സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ദീർഘിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാം. നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളെ കാണാൻ പറ്റും. അപ്പൊ ആ സുന്നത്ത് നമസ്കാരങ്ങളെ നമുക്ക് അടുത്ത പോയിന്റ് പറയാറുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരുങ്ങി എത്തണം. അത് തഹിയ്യത്ത് നമസ്കാരം, അതേപോലെ റവാത്തിബ് സുന്നത്താകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പള്ളിയിലേക്ക് നമ്മൾ പോവാണ്, ഖുശൂഉണ്ടാവും. പള്ളിയിലേക്ക് പോകുമ്പോൾ തഹിയ്യത്ത് നമസ്കരിക്കുന്നു. ഫജറിന് പോവാണ്, അതിന്റെ റവാത്തിബ് സുന്നത്ത് നമ്മൾ നമസ്കരിക്കുന്നു. ഈ സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നമസ്കാരത്തിലേക്ക് മാനസികമായിട്ട് ഒരുങ്ങുകയാണ്. ആ മാനസികമായിട്ട് ഒരുങ്ങി ഇനി 2 മിനിറ്റ് ഉണ്ട് ഫർള് നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ആ ഫർള് നമസ്കാരത്തിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ വേറെ പണിയിലേക്ക് ഒന്നും പോകില്ല. ഞാൻ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, എന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തും. അപ്പൊ തന്നെ ഞാൻ ഫർള് നമസ്കാരത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ മാനസികമായിട്ടൊരു മെൽറ്റിംഗ് പ്രോസസ് അവിടെ നടക്കുകയാണ്. എന്റെ മനസ്സ് അലിഞ്ഞു, എന്റെ മനസ്സ് നമസ്കാരത്തിലേക്ക് എന്ത് ചെയ്യണം? മനസ്സും ശരീരവും നമസ്കാരത്തിലേക്ക് വരികയാണ്. അത് ഇതിനു മുമ്പേ വരുമ്പോൾ ഒതു എടുക്കുന്ന മുതലേ തന്നെ ഉണ്ട്. സമയം കുറവായത് നമ്മളത് അതിന്റെ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. വുദുവിന്റെ രൂപമൊക്കെ ഇപ്പം ഇമാമ് ഖുലുല്ലാഹുവാണ് ഒന്നെങ്കിൽ നമ്മൾ വുദുവൊക്കെ എങ്ങനെ വുദുവാണെന്ന് നമ്മൾ തന്നെ ആലോചിക്കും. ചിലപ്പോൾ വുദു സ്പീഡ് എടുത്ത് ഓടി പോകുന്ന ആൾക്കാരുണ്ട്. വുദു തെറ്റിയിട്ട് നമസ്കാരത്തിന് വന്നിട്ട് കാര്യമുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കണം. ആ വിഷയത്തിൽ നമ്മൾ തന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുകൂടി നോക്കണം. ഞാൻ അതിന്റെ ഒരു നമസ്കാരത്തിന്റെ ഒരു ഖുശൂ, നമുക്ക് എങ്ങനെയാണ് നമസ്കാരം ഒരു ഫീലോട് കൂടി നമസ്കരിക്കാൻ പറ്റിയെന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് തന്നെ ആ ഫർളിന് മുമ്പ് നമ്മുടെ മനസ്സ് അതിലേക്ക് ഒരുങ്ങുകയാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരുങ്ങി നമ്മൾ കൈ കെട്ടുന്ന അള്ളാഹു അക്ബർ, പടച്ചോനെ നീയാണ് വലിയവൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇനി നമസ്കാരത്തിൽ അടുത്ത സ്റ്റെപ്പ് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. നമസ്കാരം എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിനോടുള്ള സംസാരമാണ് നമസ്കാരം എന്ന ചിന്ത നമുക്കുണ്ടാവണം. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള സംസാരമാണ് നമസ്കാരം. ഈ തോന്നലുകൾ ആദ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയും? എന്താ സംഭവിക്കുക? നമസ്കാരം ഈ ദീർഘിപ്പിച്ചു പോയാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും. ഉദാഹരണം, സുബഹി നമസ്കാരം അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം എടുത്തു നോക്കാം. മഗ്‌രിബ് നമസ്കാരത്തിൽ നമ്മളെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണ്? ചെറുതേ ഓതാൻ പറ്റുള്ളൂ, അല്ലെ? പ്രത്യേകിച്ച് അമ്മ ജുസയിലുള്ള ആയത്തുകളായിരിക്കണം നമ്മളെ പാരായണം ചെയ്യേണ്ടത്. ഈ വലുത് തുടങ്ങിപ്പോയാലും വലുതിലെ 4-5 ആയത്തിൽ എന്ത് ചെയ്യണം? ഇമാമ് നിർത്തണം. സ്വാഭാവികമായിട്ട് ഇമാം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞ ബഖറയിൽ കൈവച്ചാൽ ആ ഫസ്റ്റത്തെ പേജ് കഴിഞ്ഞ് അപ്പുറത്തെ സവാഉൻ അലൈഹി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളുടെ പള്ളൊന്ന് കാണും. കാരണം ഇതിപ്പോ എവിടെ നിർത്തുക എന്നുള്ളതായിരിക്കും.
അതേപോലെ റുക്കൂ കൂടിയാൽ കുഴപ്പമുണ്ടാവും, അത്തഹിയാത്ത് കൂടിയാലും കുഴപ്പമുണ്ടാവും. അത്തഹിയാത്തൊക്കെ കൂടിയാൽ ചില പള്ളികളിൽ നിന്നൊക്കെ കാണാൻ പറ്റൂലേ, ഭയങ്കരമായിട്ടുള്ള അപശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും, ചുമയായിട്ടും ഇങ്ങനെ അല്ലെ കുറയായിട്ടും വലിയായിട്ടും ഒക്കെ ശബ്ദങ്ങൾ കേൾക്കും. കാരണം അത് ഇമാമിനുള്ള അലാറങ്ങളാണ്, സിഗ്നലുകളാണ്. കാരണം നിങ്ങളുടെ അത്തഹിയാത്ത് എന്തായിട്ടുണ്ട്, സാധാരണ സമയത്തിനേക്കാൾ അധികരിച്ചു പോയിട്ടുണ്ട്. ഒരു നമസ്കാരത്തിൽ അത്തഹിയാത്ത് അധികരിക്കുക എന്ന് പറഞ്ഞാൽ ഏറിപ്പോയ 2 മിനിറ്റോ 3 മിനിറ്റേ ഉണ്ടാവുള്ളൂ. 10 മിനിറ്റ് മാക്സിമം ഉള്ള നമസ്കാരത്തിൽ ഒരു 3 മിനിറ്റ് ഒക്കെ അത്തഹിയാത്ത് ഉണ്ടാവുള്ളൂ. ആ 3 മിനിറ്റ് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനത്തോട് കൂടിയിട്ട് ഒരു സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ദിക്രി എന്ന് പറയുന്ന നമസ്കാരത്തിലേക്ക് എത്തുകയില്ല. അപ്പൊ നമസ്കാരത്തിൽ ആദ്യമേ വേണ്ടത് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്റെ റബ്ബിനോട് എനിക്ക് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ശരി സംസാരിക്കാനുള്ള കുറെ പ്രാർത്ഥനകളും ആവശ്യങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന കൃത്യമായിട്ടുള്ള ബോധത്തിലായിരിക്കണം ഞാൻ നിൽക്കുന്നത്. അതാണ് അല്ലദീഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരവിടെ നമസ്കാരത്തിൽ എന്ത് ചെയ്യുന്നു, ഭക്തിയുള്ള ആളുകളായിരിക്കും. അവർ എന്തിനാ നമസ്കരിക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും. ആ നമസ്കാരത്തിന്റെ ലക്ഷ്യവും ആ നമസ്കാരം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചും കൃത്യമായ വിഷയമുള്ള ആളുകളായിരിക്കും. അവര് വെറുതെ ഒരു തമാശയായിട്ട്, കളിയായിട്ട്, വെറുതെ ഒന്ന് ടിക്കിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആരാധന കർമ്മമായിട്ട് ആ നമസ്കാരത്തെ എന്ത് ചെയ്യൂല, അവർ കാണുകയില്ല. കാരണം 5 ഉള്ളൂ. ആ 5ഉം 5 എന്റെ പക്കൽ എന്ത് ചെയ്യണം, എന്റെ അക്കൗണ്ടിൽ വേണമെന്ന കൃത്യമായിട്ടുള്ള ബോധമുള്ള മനുഷ്യരായിരിക്കും. അപ്പൊ അങ്ങനെ കൈ കിട്ടുന്നു. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. ഞാൻ പറയുന്നത് എല്ലാ നമസ്കാരം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല അല്ലെ. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഒരു അപകടം പറ്റിയിട്ട് ചില യാത്ര ചെയ്യാൻ, എന്റെ ഉമ്മ ആശുപത്രിയിലാണ്, ആശുപത്രിയിൽ നമസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ ഉമ്മാന്റെ മനസ്സും ആ ഒരു ഹോസ്പിറ്റലിലെ ഫീലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. പക്ഷെ എപ്പോഴും അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. എപ്പോഴും ഓരോ കാരണങ്ങളുമായി ഓരോ ചിന്തയുമായിട്ടല്ല നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ കയറേണ്ടത്. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ മാക്സിമം വേറെ ഒന്നും ഇല്ല എങ്കിൽ, അല്ലെ, ഇതേമാതിരി തിടുക്കപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് പടച്ചോന്റെ മുമ്പിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോകുന്ന ഒരു 10 മിനിറ്റാണ്. ആ മനസ്സ് ശൂന്യമായി വേറെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടിയിട്ട് സമീപിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചൊല്ലുന്ന ഓരോ വാക്കുകളിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ നിങ്ങൾ കൈകെട്ടിയിട്ട് ആദ്യം പ്രാർത്ഥിക്കുന്ന തന്നെ മുസ്ലിമൻ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇന്ന സ്വലാത്തി, ഇതായിരിക്കും കൂടുതലും പ്രാർത്ഥിക്കാൻ തോന്നുന്നു. അള്ളാഹു ബായുധുബനി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അള്ളാഹു ബായുധുബനി ആണെങ്കിൽ നമ്മളവിടെ തെറ്റുകളെ കുറിച്ച് പറയാം അല്ലെ, ബൈനുൽ ബഷീഖ് വൽ മഗ്രിബ് അള്ളാഹുവിന് അക്കനീവിനെ ഹത്വായ വെള്ള വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങൾ നീ കഴുകി വൃത്തിയാക്കണം. ആലിപ്പായം കൊണ്ടും മഞ്ഞുകൊണ്ടും ഒക്കെ നീ എന്ത് ചെയ്യണം, പാപങ്ങൾ നീ കഴുകി വൃത്തിയാക്കണം. നമ്മുടെ പാപം കഴുകുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് നമ്മുടെ ആ പാപം കഴുകുകയാണ് എന്ന് അല്ലെ ആ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. വജ്ജഹത്വം ആണെങ്കിൽ ഒന്നും കൂടി പേടിക്കണം എന്നാണ്. വജ്ജഹത്വം എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ നോക്കി, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഭയങ്കരമായിട്ടുള്ള നമ്മളൊരു ശരിക്കും ഒരു പ്രതിജ്ഞയാണ് അള്ളാഹിനോട് പറയാണ്. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവായിട്ടാണ്. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം പഠിച്ചോനെ, വനുസുക്കി, എന്റെ ആരാധന, എന്റെ ബലികർമ്മം പഠിച്ചോനെ, വമഹ്യായ, എന്റെ ജീവിതം പഠിച്ചോനെ, പിന്നെ വമമാതി, എന്റെ മരണവും പടച്ചോനെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് പടച്ചോനെ എന്ന് പറയാണ്. അള്ളാഹുവെ നിനക്കാണ്. എങ്ങനെയുള്ള നമസ്കാരം? ശ്രദ്ധയില്ലാത്ത നമസ്കാരമാണോ, അതുകൊണ്ടുള്ള നമസ്കാരമാണോ? അതല്ല, മുസ്ലിം ആയല്ലോ, 5 വക്ത് നിസ്കാരം ഫർളാണല്ലോ, നിസ്കരിക്കണ്ടല്ലേ എന്ന് വിചാരിച്ചുള്ള നിസ്കാരമാണ്. ഏത് നിസ്കാരമാണ് അള്ളാഹ് കൊടുക്കുന്നത്? നമ്മുടെ വീട് കൂടുതലുണ്ടെങ്കിൽ, ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ആളുകൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ചില ആളുകളൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്, ആ ആൾക്ക് അതൊന്നും കൊടുത്താൽ പോരാ. കാരണം നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അവർക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. ഇതേപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ് എന്റെ നമസ്കാരത്തെ. അള്ളാഹുവേ ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്കാണ് എന്റെ നമസ്കാരം. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റിൽ എന്താണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അത് മോശപ്പെട്ട കാര്യമാണ് എങ്കിൽ ആ ആൾക്ക്, കൊടുക്കുന്ന ആൾക്കില്ലേ, ആരാണോ സ്വീകരിക്കുന്നത് ആ ആൾക്കിനപ്പോ അത് അറിയില്ല. പക്ഷെ കൊടുക്കുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞതിൽ എന്താണെന്ന് അറിയാലോ, ഇത് മോശപ്പെട്ട കാര്യമാണല്ലോ, ഇപ്പൊ എന്താ വിചാരിക്കാനുള്ള തോന്നലെങ്കിലും ഉണ്ടാവും. ഇതേപോലെ ഇന്ന സ്വലാത്തി, ഇന്ന നമസ്കാരം പഠിച്ചു നിനക്കാണെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള നമസ്കാരമാണ് ഞാൻ അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നത് എന്ന് എനിക്ക് തന്നെ ഇവാലുവേഷൻ നടത്താൻ പറ്റണം. അപ്പോൾ അസർ കഴിയുമ്പോൾ പഠിച്ചു അല്ലെ, ഇന്നത്തെ അസർ കുറച്ചൊക്കെ പ്രയാസമുണ്ട്, പ്രശ്നം ഉണ്ടല്ലോ, സ്വീകരിച്ചിട്ടുണ്ടാവോ? അങ്ങനൊരു കുറ്റബോധത്തോടു കൂടി ചോദിക്കുമ്പോൾ തന്നെ കുറെയൊക്കെ അള്ളാഹു എന്ത് ചെയ്യും, പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടാവും.
ഇങ്ങനെ ഓരോ നമസ്കാര വേളയിലും ആ ഒരു എഡിറ്റിംഗ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നെ എന്റെ ആരാധനാ കർമ്മം. അപ്പൊ ബഹിയായ അല്ലെങ്കിൽ ജീവിതം, എങ്ങനത്തെ ജീവിതം? 5 വക്തും പള്ളിയിൽ വരുന്നു, എന്നാൽ പലിശയുണ്ട്, അതേപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരമുണ്ട്, അല്ലെ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട്, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. 5 വക്ത നിസ്കാരം റമദാൻ മാസത്തിൽ നോമ്പും കറക്റ്റ് പക്ക ക്ലിയർ ആണ്. ആ നമസ്കാരം എന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ ജീവിതവും നിസ്കാരവും എങ്ങനെ കണക്ട് ചെയ്യുന്നത്? കാരണം നമസ്കാരം ഒരു മനുഷ്യന്റെ എല്ലാവിധ മ്ലേച്ഛമായ കാര്യത്തിനും അവനെ തടഞ്ഞു നിർത്തുന്ന, 5 വക്തും ജമാഅത്തിൽ ഒന്നാമത്തെ സഫിലുള്ള മനുഷ്യൻ തന്നെ എല്ലാ വൃത്തികേടുന്നുണ്ട് എങ്കിൽ നിസ്കാരം എന്ന് പറയുന്നത് കേവലം ശീലമായിട്ടോ ഒരു യാന്ത്രിക പ്രവർത്തനമായിട്ടോ ഇങ്ങനെ പോകുന്ന മനുഷ്യനായിരിക്കും. കാരണം നമസ്കരിക്കുന്ന ഒരാള് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എഡിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കും. അപ്പൊ എന്റെ നിസ്കാരന്റെ സ്വഭാവത്തെ ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ, എന്റെ നമസ്കാരന്റെ സാമ്പത്തികത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിൽ അവിടെ ഖുശൂ ഉള്ള നമസ്കാരമല്ല. പിന്നെയോ നിസ്കാരം ഒരു ഹാബിറ്റ് ആയിട്ട് മാറി, ശീലമായിട്ട് മാറി. ശീലം വേറെയാണ്, ഖുശൂ വേറെയാണ്. ഭയഭക്തി എന്ന് പറയുന്നത് അത് ഈമാനിന് വരുന്ന ഒരു സംഗതിയാണ്. ജെഫ്രി ലാഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇസ്ലാമിന് അങ്ങേയറ്റം വെറുത്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ഗണിത സെമിനാറിന് വേണ്ടി അറബിക് കൺട്രീസിലേക്ക് വന്ന് മുസ്ലിം ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ കിട്ടി അവരെന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ മുസ്ലിമായിട്ട് താങ്കൾ നേരിട്ട് ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സുബഹി നമസ്കാരമാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ്, പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്തു. ആ മനുഷ്യൻ പറയാട്ടോ, പ്രിയപ്പെട്ട നമ്മൾ ജമാഅത്തിന് പോകുന്നുണ്ടാവും, ജമാഅത്തിന് പോകുന്നില്ല എങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കണം. ആ മനുഷ്യൻ പറയാണ്, ഞാൻ അതിനെ ഓവർകം ചെയ്തു. ഞാൻ 3 അലാറങ്ങൾ വെച്ചു. ഒന്നാമത്തെ അലാറം എന്റെ തലന്റെ അടുത്ത് വെച്ചു. രണ്ടാമത്തെ അലാറം ബാത്റൂമിന്റെയും കട്ടിലിന്റെയും നടുവിൽ കൊണ്ടുവച്ചു. മൂന്നാമത്തെ അലാറം ബാത്റൂമിൽ കൊണ്ടുവച്ചു. ഒന്നാമത്തെ അലാറം അടിയും ഞാൻ ഓഫാക്കി വീണ്ടും വന്ന് കിടക്കും. രണ്ടാമത്തെ അലാറം അടിയും ഞാൻ നടന്നു പോയിട്ട് ഓഫാക്കി വീണ്ടും വന്ന് കിടക്കും. മൂന്നാമത്തെ അലാറം ബാത്റൂമിൽ നിന്നാണ് അടിയുക. ആ ബാത്റൂമിൽ നിന്ന് അടയുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഓഫാക്കും. ഓഫാക്കുന്ന സമയത്ത് ടൈൽസിലുണ്ടാകുന്ന നനവ്, ആ നനവ് എന്റെ കാലിൽ സ്പർശിക്കുമ്പോൾ എന്റെ പകുതി ഉറക്കു പോകും. പകുതി ഉറക്കു പോകുമ്പോൾ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് എനിക്ക് ബോധം വരികയും ഞാൻ വുളു ചെയ്യുകയും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യും. ഇസ്ലാം സ്വീകരിച്ച് കേവലം 6 or 7 ദിവസമായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും പ്രയാസം സുബഹിയാണെന്ന് പറയുകയും ആ സുബഹി നമസ്കാരത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. കാരണം ആ മനുഷ്യന്റെ ജീവിതകാലത്തിൽ ഇങ്ങനെ നമസ്കരിക്കാൻ കഴിയാതെ പോയ സങ്കടങ്ങളെ ഇനിയുള്ള കാര്യങ്ങളെങ്കിലും നമസ്കരിച്ച് തീർക്കണമെന്ന വല്ലാത്തൊരു വിഷനാണ്. ആ വിഷൻ ഉണ്ടാകുമ്പോൾ ആരാധനാ കർമ്മം വല്ലാത്ത ഭംഗിയുള്ളതായിരിക്കും. ആരാധന സമയം പോണെന്ന് അറിയൂല. മുസല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ ആയിഷബി ചോദിക്കുന്നുണ്ടല്ലോ, എല്ലാ പ്രവാചകരെ കാലിൽ നീര് വന്നിട്ട് എന്തിനാണ് നമസ്കരിക്കുന്നത്? അപ്പൊ എന്താ പറയുന്നത്? ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ എന്ന. ആ നന്ദിയുള്ള അടിമയാകുക എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല സുന്ദരമായിട്ട് ആരാധനാ കർമ്മ നമസ്കാരം പഠിപ്പിച്ചത്. നോക്കൂ, ആ മനുഷ്യൻ ഇപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ അലാറം വെക്കൂലേ? നമ്മൾ അലാറം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കടന്നുറക്കാൻ പറ്റുന്ന അലാറൊക്കെ വെക്കണം, നല്ല ട്യൂണൊക്കെ ഉള്ള. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എത്രത്തോളം നമസ്കാരത്തിന് വേണ്ടി, നമസ്കാരത്തിന് പോട്ടെ, നമസ്കാരത്തിന് വേണ്ടി എത്രത്തോളം തയ്യാറാണ്. അത് വലിയൊരു പോയിന്റ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സംഗതിയാണ്. നമസ്കാരത്തിലേക്ക് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഏറ്റവും പ്രധാനം. എന്നിട്ടല്ല നമസ്കാരം. ശരി, നമ്മൾ ചിലപ്പോൾ കുട്ടികളെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒന്ന് വരുത്തി കിട്ടിയാൽ മതി, ക്ലാസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കാം. വരുത്തി കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് മനസ്സറിഞ്ഞു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് വേണ്ടത്. രണ്ടാമത്, ആ മനുഷ്യനോട് ചോദിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ചോദ്യമുണ്ട്. ആ ഇന്റർവ്യൂ നടത്തുന്ന ആള് ചോദിക്കാണ്, അല്ല, നിങ്ങൾ ഇമാമിന്റെ ബാക്കിൽ നിസ്കരിക്കുമ്പോ ഇമാം അറബിയിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഭയങ്കര മറുപടിയാണ്. മനുഷ്യൻ പറയുന്നത്, ചെറിയ കുട്ടികൾ ഉമ്മാനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, പക്ഷെ ഉമ്മ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാകാറില്ല. ഉമ്മ ഇങ്ങനെ തല കുലുക്കിയിട്ട് പിന്നെ എന്തൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഉമ്മയും കുറെ കാര്യങ്ങൾ ചെറിയ കുട്ടിയോട് സംസാരിക്കും. ആ ചെറിയ കുട്ടിക്ക് ഉമ്മ പറയുന്ന വാക്കുകളോ ആ വാക്കിലെ ആശയങ്ങളോ ഒന്നും മനസ്സിലാവില്ല. ചെറിയ കുട്ടികൾ ഇങ്ങനെ തല കുലുക്കിയിട്ട് കെട്ടിരിക്കാറുണ്ട്. ഇവിടെ ഉമ്മ പറയുന്നത് കുട്ടി കേൾക്കണമെന്നും കുട്ടി പറയുന്നത് ഉമ്മ കേൾക്കണമെന്ന പരസ്പരമുള്ള ധാരണയിലാണ് ആ സംസാരത്തെ പൂർത്തിയാക്കുന്നത്. ഇതേപോലെ എന്നോട് എന്റെ റബ്ബിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇമാമ് മുന്നിൽ നിന്ന് പാരായണം ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും ശരി, ആ വാക്കുകൾ ഞാൻ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടിരിക്കും. ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്.
ഇസ്ലാമിലേക്ക് കടന്നു വന്ന 4-5 ദിവസങ്ങളായിട്ടുള്ള ആ ആള് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞേ നമുക്ക് അലിഫ് ലാം മീം ആണെങ്കിൽ എപ്പോഴാ കയ്യാന്നായിരിക്കും ചിന്ത. എന്നാൽ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോനെ അതിൽ ഓരോ ആയത്തുകളും ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ആ നമസ്കാരം തീർന്നു പോകല്ലേ എന്ന് മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് എല്ലാ നമസ്കാരം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ ചില ഒഴിഞ്ഞു നിൽക്കുന്ന നമസ്കാരമെങ്കിലും അത്രയും ഈമാനോട് കൂടി ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം. അതേപോലെ തന്നെ ഒറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുക്തും എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം. കണ്ണു കാണാത്ത സഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട് അല്ലെ, അബ്ദുല്ലാഹിബ്നു മുക്തിനോട് മുഹമ്മദ് പറയുന്നുണ്ട്, ബാങ്ക് കൊടു അല്ലെ, പള്ളിയിലേക്ക് വരണ്ടല്ലോ, പ്രയാസാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ബാങ്ക് കേൾക്കുന്നുണ്ടോ, താങ്കൾ പള്ളിയിലേക്ക് വരണം. അബ്ദുല്ലാഹിബ്നു മുക്തും എപ്പം പള്ളി വന്നിട്ടാവും അത്തായത്തിന്റെ ബാങ്ക് കൊടുക്കുന്നത് അബ്ദുല്ലാഹിബ്നു മുക്തും എന്ന് പറയാറുണ്ട്. അബ്ദുല്ലാഹിബ്നു മുക്തുവിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ അത്തായം കഴിക്കണം. അപ്പൊ അത്തായത്തിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു മുക്തും എന്ന് പറയുന്ന സ്വഹാബി എപ്പം പള്ളിയിൽ വന്നിട്ടുണ്ടാകണം? ഈ നമ്മുടെ അടുത്ത് നോക്കുക നിങ്ങൾ, നമുക്ക് ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ വരണോ? വേണ്ടല്ലോ. ഇമാമ് നിൽക്കണം, ഇക്കാമത്ത് കൊടുക്കണം, അതും വേണ്ടി വരില്ല. പിന്നെയോ നടന്നു വരാൻ കണ്ണ് കാണും, 2 കണ്ണും കാണും. നടന്നു വരാൻ 2 കാലുകൾക്കും ശക്തിയുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്, വാഹനങ്ങളുണ്ട്. എങ്ങനെ നോക്കിയാലും നിഅമത്തുകളാണ്. ഈ നിഅമത്തുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ കടന്നുറങ്ങാണ്. വയറുവേദനയായിട്ടോ തലേന്ന് എൻജോയ് ചെയ്തിട്ട് നേരം വൈകി കടന്നുറങ്ങിയിട്ട് സുബൈ മിസ്സാക്കിയിട്ട് വയ്യ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമസ്കാരത്തെ ഒഴിവാക്കുമ്പോ, ചിലപ്പോ വെറുതെ സംസാരിച്ചിരുന്നിട്ട് നമസ്കാരത്തിന് ഒഴിവാക്കുമ്പോ ഈ അബ്ദുല്ലാഹിബ്നു മുക്തുമും ഈ ജഫ്രി ലാഗ് എന്ന് പറയുന്ന മനുഷ്യനും, പിന്നെ നമുക്കറിയാലോ നമ്മുടെ റീൽസ് ഒക്കെ കാണുന്നതാണ്, കാലില്ലാതെയും പ്രയാസപ്പെട്ടിട്ടും ഒക്കെ നിന്നും കിടന്നും കഷ്ടപ്പെട്ട് ആരാധനയിൽ കരഞ്ഞു തേങ്ങി സുജൂദ് ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ പരലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളും ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യരുണ്ട്, നമ്മളിങ്ങനെ ലജ്ജയോട് കൂടിയിട്ട് ആ മനുഷ്യനെ നോക്കി കാണുന്ന ഒരു കാഴ്ചകൾ എടുത്ത് നോക്ക്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും സലാത്തിഹിം സാഊൻ എന്നൊക്കെ പഠിച്ചല്ലോ. മുനാഫിക്കിന്റെ നമസ്കാരത്തെ കുറിച്ച് കുസാല എന്ന് പറഞ്ഞു, അത് അലസന്മാരായിട്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു എന്താ പറയുക മൈൻഡിലായിരിക്കും നിസ്കാരത്തിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ നമസ്കാരത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഞാൻ പ്രാർത്ഥനയൊക്കെ ഇഷ്ടം പോലെ വേറെ വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റും, പ്രാർത്ഥനയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ. അവിടെ നമ്മുടെ മനസ്സെന്ത് ചെയ്യണം, ആ നമസ്കാരത്തിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ചൊരു ബോധമുണ്ടാവുകയും നമസ്കാരം എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചൊരു ബോധമുണ്ടാവുകയും ഞാൻ ആ നമസ്കാരത്തിന് ശാരീരികമായും മാനസികമായിട്ടും ഒരുങ്ങണമെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഒരു സമാധാനവും ഫീലും സന്തോഷമൊക്കെ വേറെ തന്നെയാണെന്നൊക്കെ ഉൾക്കൊണ്ട് ആ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ ആ വാക്കുകളുടെ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനായിട്ടൊക്കെ നമുക്ക് മാറുമ്പോൾ സമയബോധം ഉണ്ടാവുകയും ആ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതൊരു റാഹത്ത് കിട്ടുകയും നമസ്കാരം ദീർഘിച്ചു പോയാലും കുറ്റപ്പെടുത്തലില്ലാതെ സമാധാനമായിട്ട് ദിക്റുകളും ദുആകളും ചൊല്ലി അതിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ട് തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വർഹമത്തുള്ളാഹി. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ കുവൈത്ത് സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണ പരമ്പരയിലെ 25ാമത്തെ രാവിലെ ഈ പ്രഭാഷണം എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം സംസ്കാരം വിശ്വാസിയുടെ ആത്മാവ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത സാജിദ് ഫാറൂഖിക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നും പ്രഭാഷണങ്ങൾ ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കുക, നമ്മുടെ പ്രവർത്തകരൊക്കെ പങ്കെടുപ്പിക്കുക എന്നറിയിച്ചുകൊണ്ട് ഇതോടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.